ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ബിഷപ്പിനെ ഇന്നലെ 7 മണിക്കൂർ ചോദ്യം ചെയ്തു. ദീർഘമായ ദിവസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ഒടുവിൽ ബിഷപ്പ് ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ഇന്നലെ കേരളത്തിലേക്ക് എത്തിച്ചേർന്നത്. ജലന്ധറിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിൽ ഗൗരവതരമായ റിസൾട്ടൊന്നും ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന ആക്ഷേപം നിൽക്കുമ്പോഴാണ് ഇന്നലെ തൃപ്പൂണിത്തുറയിലെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യൽ വേദിയിൽ വെച്ച് ബിഷപ്പിനെ 7 മണിക്കൂർ ചോദ്യം ചെയ്തു. 150 ചോദ്യങ്ങളാണ് ബിഷപ്പിന് നേരെ എഴുതി വിട്ടത്. 7 മണിക്കൂർ എടുത്തു മറുപടി ലഭിക്കാൻ. ഇന്ന് വീണ്ടും അദ്ദേഹം ഹാജരാകണം എന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് 11 മണിക്ക് വീണ്ടും ചോദ്യം ചെയ്യൽ തുടങ്ങുമെന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിൽ നിന്ന്. മാതൃഭൂമി ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. 150 ചോദ്യങ്ങൾ 7 മണിക്കൂർ എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത ഇന്ന് മാതൃഭൂമിയിലൂടെ നമ്മെ തേടിയെത്തുന്നത്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ ജലന്ധർ രൂപതാ ബിഷപ്പ് ഫ്രാങ്കോ ബുധനാഴ്ച പോലീസ് 7 മണിക്കൂറോളം ചോദ്യം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ 11-ന് ചോദ്യം ചെയ്യലിന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലെ ഹൈടെക് സെല്ലിലായിരുന്നു ചോദ്യം ചെയ്യൽ. തയ്യാറാക്കിയ 150ഓളം ചോദ്യങ്ങളും അനുബന്ധ ചോദ്യങ്ങളും ഉണ്ടായിരുന്നതായാണ് അറിയുന്നത്. നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അറസ്റ്റിനെക്കുറിച്ച് വ്യാഴാഴ്ച വൈകിട്ടോടെ, അതായത് ഇന്ന് വൈകിട്ടോടെ തീരുമാനമുണ്ടായേക്കും. ലൈംഗികാരോപണ കേസിൽ ഇന്ത്യയിൽ ഒരു ബിഷപ്പ് ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആദ്യമായാണ് എന്നും മാതൃഭൂമിയുടെ ഈ വാർത്ത നമ്മോട് പറയുന്നു. മാതൃഭൂമിയിൽ ഈ വാർത്ത ജോസഫ് മാത്യു തരുമ്പോൾ മാതൃഭൂമി മറ്റൊരു വാർത്തയിൽ പറയുന്നു സ്കോട്ട്ലൻഡ് യാർഡ് മോഡലിലാണ് ചോദ്യം ചെയ്തത് എന്ന്. വളരെ അധുനാധുനികമായ ഒരു സാഹചര്യമാണ് ചോദ്യം ചെയ്യലിനു വേണ്ടി തൃപ്പൂണിത്തുറയിൽ അവിടുത്തെ സെൽ ഒരുക്കി വച്ചിരുന്നത്. ആ സെല്ലിൻ്റെ സഹായത്തോടെയാണ് ചോദ്യം ചെയ്യൽ നടന്നത്. പരവശനായി തീർന്നു ചില ഘട്ടങ്ങളിൽ ബിഷപ്പ് മറുപടി പറയുന്ന കാര്യത്തിൽ എന്നൊക്കെ അതേ സംബന്ധിച്ച വാർത്തകൾ വ്യത്യസ്ത പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏതായാലും സ്കോട്ട്ലൻഡ് യാർഡ് രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ട് എന്ന് പറയപ്പെട്ടത് ജയറാം പടിക്കലിൻ്റെ കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. അന്ന് സ്കോട്ട്ലൻഡ് മോഡൽ ചോദ്യം ചെയ്യൽ എങ്ങനെയായിരുന്നുവെന്ന് അതനുഭവിച്ചവർക്കറിയാം. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ആൾക്കാർ പിടഞ്ഞു വീണ് മരിച്ചത് ആ ചോദ്യം ചെയ്യലിൻ്റെ ആയിട്ടായിരുന്നു. ഇത്തവണ ചോദ്യം ചെയ്യൽ അങ്ങനെ അല്ലാതാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പദവികളിൽ നിന്ന് നീക്കിയതിൻ്റെ വൈരാഗ്യമാണ് കന്യാസ്ത്രീ തനിക്കെതിരെ ഈ ബലാത്സംഗ പീഡന പരാതി ഉന്നയിക്കുന്നത് എന്നാണ് ബിഷപ്പ് പോലീസിനോട് പറഞ്ഞത്. കന്യാസ്ത്രീയെ വിവിധ പദവികളിൽ നിന്ന് നീക്കിയതിനാൽ തന്നോട് വൈരാഗ്യമുണ്ടെന്നും അതുകൊണ്ടാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്നും ബിഷപ്പ് അന്വേഷണ സംഘത്തോട് പറഞ്ഞതായാണ് അറിവ്. കന്യാസ്ത്രീക്കെതിരെ നേരത്തെ ഒരു സ്ത്രീ പരാതി തന്നിട്ടുണ്ടെന്നും ഫ്രാങ്കോ പറഞ്ഞു. ഏതാനും ഫോട്ടോകൾ, മെസ്സേജുകൾ എന്നിവ ഹാജരാക്കിയതായും സൂചനയുണ്ട്. ആ അർത്ഥത്തിൽ ചില ഫോട്ടോകളും മെസ്സേജുകളും ഒക്കെ ആയിട്ടാണ് ഫ്രാങ്കോ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ വന്നത്. അതിലൊരു വീഡിയോ ക്ലിപ്പിങ്ങും ഉണ്ടായിരുന്നു അത്രേ. ഒരു വിവാഹത്തിന് പങ്കെടുക്കുന്ന ഇരുവരും ഒന്നിച്ചു പങ്കെടുക്കുന്ന വീഡിയോ ക്ലിപ്പ് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അടുത്ത ദിവസം നടന്ന വിവാഹ ചടങ്ങിൽ ബിഷപ്പിനൊപ്പം കന്യാസ്ത്രീ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാവപ്പകർച്ചയും കന്യാസ്ത്രീയുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കുന്നതിനാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. ഏതായാലും അതേ സംബന്ധിച്ച വാർത്തകൾ നമുക്ക് മാതൃഭൂമിയല്ല എല്ലാ പത്രങ്ങളും വളരെ വിശദമായി തന്നെ തന്നിരിക്കുന്നു. ദേശാഭിമാനി അതുമായി ബന്ധിപ്പിച്ച് ഇന്ന് നമുക്ക് തരുന്ന വാർത്ത, അതും ലീഡ് വാർത്ത തന്നെയാണ്. ബിഷപ്പിനെ 7 മണിക്കൂർ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. അതിനകത്ത് ദേശാഭിമാനി പുതിയ ഒരു വിവരം തരുന്നുണ്ട്. പുതിയ ഒരു തെളിവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെ
അയച്ച സന്ദേശം തൻ്റേത് എന്ന് ബിഷപ്പ്. കന്യാസ്ത്രീക്ക് അയച്ച അശ്ലീല സന്ദേശങ്ങളും ലൈംഗിക ബന്ധത്തിന് താല്പര്യം അറിയിച്ചിട്ടുള്ള സന്ദേശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിച്ചത് ബിഷപ്പിനെ വെട്ടിലാക്കി. സന്ദേശം വന്നതായി കാണിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ തൻ്റേതാണ് എന്ന് സമ്മതിച്ച ബിഷപ്പ് പക്ഷേ സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർത്തതാണ് എന്ന് ആരോപിച്ചു. 20-ലേറെ സന്ദേശങ്ങളാണ് ഇങ്ങനെ അയച്ചിട്ടുള്ളത്. ബിഷപ്പിൻ്റെയും കന്യാസ്ത്രീയുടെയും മൊഴിയിൽ കണ്ട വൈരുദ്ധ്യങ്ങൾ തീർക്കാനായിരുന്നു പോലീസ് ശ്രമം. 13 തവണ കുറവലങ്ങാട് മഠത്തിൽ എത്തി പീഡിപ്പിച്ചു എന്നാണ് കന്യാസ്ത്രീയുടെ പരാതിയിലുള്ളത്. എന്നാൽ ഈ കാലയളവിൽ 9 തവണ മാത്രമേ താൻ കുറവലങ്ങാട് പോയിട്ടുള്ളൂ എന്നായിരുന്നു ബിഷപ്പ് പറഞ്ഞത്. ഇതിലെല്ലാ ദിവസവും അവിടെ തങ്ങിയിട്ടില്ല എന്നും അദ്ദേഹം മൊഴി നൽകി. കുറവിലങ്ങാട് മഠത്തിൽ വന്ന് 13 തവണ പീഡിപ്പിച്ചതായാണ് വാർത്ത. ഈ കാര്യത്തിൽ കന്യാസ്ത്രീ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഈ കാര്യത്തിൽ ദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പറഞ്ഞത്, അദ്ദേഹം സാങ്കേതികമായ കാര്യങ്ങളാണ് പറഞ്ഞത്. കന്യാസ്ത്രീ മഠത്തിൽ എത്തിയാൽ, അങ്ങനെ മഠത്തിലെത്താനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ എത്തിയാൽ അവിടെ വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു എന്ന് മാത്രമേ പറയാനാകൂ. അവിടെ തങ്ങുകയാണെങ്കിൽ സ്റ്റേയിഡ്, താമസിച്ചു എന്ന് തന്നെ എഴുതും. സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ താമസിച്ചു എന്നർത്ഥമില്ല എന്ന നിലയ്ക്കുള്ള സാങ്കേതിക രംഗങ്ങളിലാണ് അദ്ദേഹം തൂങ്ങിപ്പിടിക്കാൻ ശ്രമിച്ചത്. ഏതായാലും ഒരു കാര്യം ദേശാഭിമാനിയുടെ വാർത്തയിൽ നിന്ന് വ്യക്തമാകുന്നത്, കന്യാസ്ത്രീക്ക് അയച്ച അശ്ലീല സന്ദേശങ്ങളും ലൈംഗിക ബന്ധത്തിന് താല്പര്യമറിയിച്ചുള്ള സന്ദേശങ്ങളും റിട്രീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ വാർത്തയിൽ, മാതൃഭൂമിയുടെ ആദ്യ വാർത്തയിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഏകദേശം ആ കാര്യത്തിൽ തീരുമാനമാകും എന്ന് വേണം കരുതാൻ. ആ നിലക്കുള്ള സാഹചര്യമാണ്, സാധ്യതയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്നലെ ചോദ്യം ചെയ്യലുകളുടെ ദിവസമായിരുന്നു എന്ന് തോന്നും. അതും പീഡന ആക്ഷേപങ്ങളുടെ മുൻനിർത്തി 150 ചോദ്യങ്ങൾ 7 മണിക്കൂർ കൊണ്ട് ചോദിച്ച് ബിഷപ്പിനെ ചോദ്യം ചെയ്ത വാർത്ത തരുന്ന ആ വാർത്തയ്ക്ക് സമാന്തരമായി മാതൃഭൂമി അതേ പേജിൽ പാർട്ടി കമ്മീഷൻ PK ശശിയെ 4 മണിക്കൂർ ചോദ്യം ചെയ്തു. ഒരു വശത്ത് പോലീസാണ് ചോദ്യം ചെയ്തത് എങ്കിൽ മറുവശത്ത് പാർട്ടി കമ്മീഷൻ, 2 അംഗ കമ്മീഷനാണ് PK ശശിയെ ചോദ്യം ചെയ്തത്. 4 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ലൈംഗിക പീഡനാരോപണം നേരിടുന്ന PK ശശി MLA CPM പാർട്ടി കമ്മീഷൻ AKG സെന്ററിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. മൊഴിയെടുക്കൽ 4 മണിക്കൂർ നീണ്ടു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി MP, മന്ത്രി AK ബാലൻ എന്നിവരാണ് ചോദ്യം ചെയ്തത്. DYFI പാലക്കാട് ജില്ലാ നേതാവായ യുവതിയാണ് ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകിയത്. അതും വാർത്തയായി വരുമ്പോൾ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യലുകളുടെ ഒരു ദിവസം തന്നെയാണ് ഇന്നലെ കടന്നുപോയത് എന്ന് നമുക്ക് തോന്നും. ദേശാഭിമാനിയുടെ 1-ാം പുറം മറ്റൊരു വാർത്ത നമുക്ക് തരുന്നത് പ്രളയ ദുരന്ത നിവാരണ പിരിവുമായി ബന്ധിപ്പിച്ചാണ്. ജില്ലകളിൽ നടന്ന ധനശേഖരണത്തിൻ്റെ വാർത്താ റിപ്പോർട്ട് ഇപ്രകാരമാണ് ദേശാഭിമാനി 1-ാം പേജിൽ തരുന്നത്. ജില്ലകളിൽ നിന്ന് 189.62 കോടി രൂപയുടെ സഹായമാണ് ലഭിച്ചത്. ദുരിതാശ്വാസ നിധിയിലേക്ക് സെപ്റ്റംബർ 10 മുതൽ 15 വരെ വിവിധ ജില്ലകളിൽ നിന്ന് ജനപ്രതിനിധികളിലും ഉദ്യോഗസ്ഥരും കൂട്ടായി നടത്തിയ ധനസമാഹരണ യജ്ഞത്തിലൂടെ സമാഹരിച്ചത് 189.62 കോടി രൂപ. ആ നിലയ്ക്ക് വലിയ ഒരു തുക തന്നെയാണ് ലഭിച്ചത് എന്ന് ദേശാഭിമാനി 1-ാം പുറം വാർത്തയിൽ പറയുന്നു. സാലറി ചലഞ്ചുമായുള്ള വാർത്തകൾ ഇന്ന് പത്രത്തിൽ നമുക്ക് വായിക്കാനായി ലഭിക്കുന്നുണ്ട്. സാലറി ചലഞ്ച് KSRTCയിൽ ബാധകമല്ല എന്നാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്ന വാർത്തകളിൽ ഒന്ന്. അത് ബാധകമല്ലാതിരിക്കുന്നതിന് കാരണം അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല, കിട്ടുകയാണെങ്കിൽ തന്നെ കൃത്യമായി കിട്ടുന്നില്ല. അതുകൊണ്ട് KSRTC ജീവനക്കാർക്ക് സാലറി ചലഞ്ചിലേക്ക് പണം തരുന്നതിൽ നിന്ന് ഇളവനുവദിച്ച വാർത്ത സിറാജ് എന്ന പത്രം ഇന്ന് അവസാന പുറത്ത് തരുന്നു. അതിങ്ങനെ:
പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ സാലറി ചലഞ്ചിൽ KSRTC ജീവനക്കാർക്ക് ഇളവ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന തുക അവർക്ക് തീരുമാനിക്കാം. അതായത് 1 മാസത്തെ ശമ്പളം നൽകണമെന്നില്ല. ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ ഡയറക്ടർ ടോമിൻ തച്ചങ്കരി ഉത്തരവിറക്കി ജീവനക്കാരുടെ സംഘടനകളുമായി സംസാരിച്ച ശേഷമാണ് MD ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയത് എന്നും ഈ വാർത്ത പറയുന്നു. സാലറി ചലഞ്ചുമായി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വാർത്ത, സാലറി ചലഞ്ച് വിവാദം നേട്ടമായി എന്നാണ് മംഗളത്തിൻ്റെ നിരീക്ഷണം. സാലറി ചലഞ്ചിൻ്റെ കാര്യത്തിൽ വിവാദമുണ്ടായി. വിവാദം വളരെ ലളിതമായിരുന്നു. 1 മാസത്തെ ശമ്പളം തരണം എന്നാണ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന. ചില NGOമാർക്ക് അതിന് കഴിയില്ലാത്ത സാഹചര്യത്തിൽ അത് എഴുതി അറിയിക്കണം, ഞങ്ങൾക്കത് തരാൻ നിർവാഹമില്ല എന്ന് എഴുതി അറിയിച്ചാൽ പിടിക്കില്ല. പക്ഷേ അങ്ങനെ എഴുതിത്തരാൻ നിർബന്ധിക്കരുത് എന്ന് വാശി പിടിക്കുന്നു ഒരു വിഭാഗം NGOമാരും അവരെ പിന്തുണയ്ക്കുന്ന UDF നേതാക്കളും. എഴുതി കൊടുത്താൽ എന്താണ്? അതാണല്ലോ അവരുടെ നിലപാട്. എഴുതി കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് ജാള്യതയുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ എഴുതി തരണമെന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. എഴുതി തരുമ്പോൾ ചില ആളുകളുടെ നിലപാടുകൾ കൂടി തിരിച്ചറിയാനാകും. ഏതായാലും അതൊക്കെയാണ് സാലറി ചലഞ്ച് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ ആ വിവാദം നേട്ടമായി എന്ന് ഇടത് യൂണിയനുകൾ പറയുന്നു. അതാണ് രീതി. പണം പ്രസവിപ്പിച്ചെടുക്കാൻ അതാണ് രീതി. NGOമാരുടെ അത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാലറി ചലഞ്ച് വിവാദം നേട്ടമായി എന്ന് ഇടത് യൂണിയനുകൾ. ബിജു ശങ്കർ കോഴിക്കോട് നിന്ന് മംഗളത്തിൻ്റെ കണ്ണാടിപ്പുറത്തിലൂടെ വാർത്ത തരുന്നത് ഇപ്രകാരം: പ്രളയ ദുരന്തത്തിൽപ്പെട്ട കേരളത്തിൻ്റെ നവസൃഷ്ടിക്കായി സർക്കാർ ജീവനക്കാർ 1 മാസത്തെ ശമ്പളം നൽകണമെന്നുള്ള സാലറി ചലഞ്ച് വിവാദമായത് ഗുണകരമായി എന്ന് ഇടതുപക്ഷ യൂണിയനുകൾ. സർക്കാരിൻ്റെ അഭ്യർത്ഥനയ്ക്ക് ചിലർ എതിര് നിൽക്കുന്നു എന്ന തോന്നൽ സൃഷ്ടിക്കാനാണ് ഇത് വഴിയൊരുക്കിയത്. ഇത്തരം അധ്യാപകർക്കും ജീവനക്കാർക്കും എതിരായ പൊതുജന വികാരം പ്രകടമാണ് എന്നവർ വിലയിരുത്തുന്നു. സാലറി ചലഞ്ചിനെതിരായ വികാരം കുറഞ്ഞിട്ടുണ്ട് എന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KJ ഹരികുമാർ പറഞ്ഞു. എല്ലാവരും സാലറി ചലഞ്ചിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ബഹുഭൂരിപക്ഷത്തെയും അണിനിരത്താൻ കഴിയുമെന്നാണ് യൂണിയന്റെ പ്രതീക്ഷ. ഇതിനെതിരെ രംഗത്ത് വന്ന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി സന്ദേശങ്ങളാണ് പ്രചരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ ഭൂരിഭാഗവും ശമ്പളവും പെൻഷനും നൽകാനാണ് എന്ന കാര്യം ജീവനക്കാർ ഓർക്കണമെന്ന താക്കീതുകളും ഈ നിലയ്ക്കുള്ള ട്രോളുകളിൽ ഉണ്ട്. അതാണ് ഇതുമായി ബന്ധിപ്പിച്ച് ഉണ്ടായ സംഭവഗതി. അത് സാലറി ചലഞ്ച്, അതിന്മേലുള്ള വിവാദം നേട്ടമായി മാറുകയായിരുന്നു. അത് പ്രതിപക്ഷ നേതാക്കൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് അതേ പുറത്ത് മംഗളം ഒരു വാർത്ത തരുന്നു. ചാരക്കേസിൽ പത്രങ്ങൾ എഴുതിയത് വിവരക്കേട് എന്ന് നമ്പി നാരായണൻ പത്രസമ്മേളനത്തിൽ അറിയിച്ച കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രമടക്കം തരുന്ന വാർത്തയിൽ മംഗളം നമുക്ക് തരുന്നത്. മാനനഷ്ടത്തിന് 50 ലക്ഷം രൂപ നൽകാനുള്ള സുപ്രീം കോടതി വിധിയിൽ ഏറെ സന്തോഷിക്കുന്നില്ലെന്നും ചാരനല്ലെന്ന വിളി കേൾക്കാനാണ് അതിലേറെ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ കള്ളക്കേസിന് പിന്നിൽ ഇൻ്റലിജൻസ് ബ്യൂറോയാണെന്ന് തുറന്നു പറയേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സിബി മാത്യൂസാണ്. അദ്ദേഹം അത് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിയെ ആദ്യം കണ്ടെത്തിയ ശേഷം കുറ്റം തീരുമാനിക്കുകയും തെളിവുകൾ സൃഷ്ടിക്കുകയുമാണ് ചാരക്കേസിലുണ്ടായത് എന്ന് നമ്പി നാരായണൻ പറഞ്ഞു. അക്കാലത്തില്ലായിരുന്ന ക്രയോജനിക് സാങ്കേതിക വിദ്യ പണത്തിന് വേണ്ടി വിറ്റെന്നായിരുന്നു തനിക്കെതിരായ ആരോപണം. കള്ളക്കേസുണ്ടാക്കിയവർക്ക് അത്ര ബുദ്ധിയില്ലായിരുന്നു. ISROയ്ക്കെതിരെയുള്ള അമേരിക്കൻ ഗൂഢാലോചനയും മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനെ താഴെ ഇറക്കാനുള്ള രാഷ്ട്രീയ കളിയും ഇതിന് പിന്നിലുണ്ട് എന്ന് തറപ്പിച്ചു പറയുന്നു നമ്പി നാരായണൻ. അമേരിക്കയുടെ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയും അത് CIA ഗൂഢാലോചന തന്നെയാണ് എന്ന്. ഇന്ന് സിറാജ് എന്ന പത്രത്തിൻ്റെ 1-ാം പുറം തരുന്ന വാർത്ത, പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സൈനികനെ കഴുത്തറുത്തു കൊന്നു. ഇതാദ്യമല്ല ഈ നിലയ്ക്ക് ശവശരീരത്തെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്ന ഒരു രീതി പാകിസ്ഥാൻ അവലംബിക്കുന്നത് എന്ന
ആക്ഷേപം നിലനിൽക്കെ പാക് ക്രൂരത സൈനികനെ കഴുത്തറുത്തു കൊന്നു. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ക്രൂരത. BSF ജവാനെ പാക് സൈനികർ കഴുത്തറുത്തു കൊന്നു. ജമ്മുവിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ രാംഗഡ് സെക്ടറിൽ വെച്ചാണ് വെടിവെപ്പിന് ശേഷം BSF ജവാനെ കഴുത്തറുത്ത് കൊന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. സംസ്ഥാന കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് അതിൻ്റെ സന്നാഹങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി അതിനൊരു സ്ഥിരം പ്രസിഡന്റ്, സംസ്ഥാന കോൺഗ്രസ് പാർട്ടിക്ക് സ്ഥിരം പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പ്രസിഡന്റ്. മാധ്യമം എന്ന പത്രം ആ വാർത്ത തരുമ്പോൾ ഇനി മുല്ലപ്പള്ളി നയിക്കുമെന്ന ശീർഷകത്തിലാണ് ആ വാർത്ത. KPCCയെ നയിക്കാൻ മുല്ലപ്പള്ളി, ഷാനവാസ്, സുധാകരൻ, കൊടിക്കുന്നിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ, പ്രചാരണ സമിതി അധ്യക്ഷനായി K മുരളീധരൻ, എല്ലാവർക്കും സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCC പ്രസിഡന്റായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിയമിച്ചു. പതിവ് രീതി വിട്ട് 3 വർക്കിംഗ് പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചു. MI ഷാനവാസ്, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ. K മുരളീധരനെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി ചെയർമാനായി നിയമിച്ചു. ബെന്നി ബെഹനാൻ UDF കൺവീനറാകും. മുന്നണി സംവിധാനമാണെന്നിരിക്കെ ഇത് സംബന്ധിച്ച് ഔപചാരിക പ്രഖ്യാപനം കേരളത്തിലുണ്ടാവുമെന്നാണ് സൂചന. ഗ്രൂപ്പ് സമവാക്യവും സാമുദായിക സന്തുലനവും പരമാവധി നോക്കിയാണ് പുതിയ നേതൃനിരയുടെ പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പിലേക്ക് സുസംഘടിതമായി മുന്നോട്ടു പോകാൻ വേണ്ടിയാണ് ഇത്തരമൊരു സംവിധാനം കേന്ദ്ര നേതൃത്വം, ഹൈക്കമാൻഡ് ഒരുക്കിയതെങ്കിലും ആദ്യം തന്നെ അക്കാര്യത്തിൽ കല്ലുകടിയുണ്ടായി. സുധാകരൻ പറഞ്ഞു, ഈ ആക്ടിംഗ് പ്രസിഡന്റ് പദവിയൊന്നും ഞാൻ സ്വീകരിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാന മോഹിയായിരുന്നു എന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. കരുണാകരൻ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ A ഗ്രൂപ്പിനൊപ്പം മുരളീധരൻ നിന്നതിന് ഒരു പ്രതിഫലമായി അദ്ദേഹത്തിനും കിട്ടി ഒരു സ്ഥാനം. K മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ടു. മറ്റൊന്ന് ബെന്നി ബെഹനാൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മെൻറ്റർ ഉമ്മൻചാണ്ടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പല ഇടപാടുകളിലും ഉമ്മൻചാണ്ടിക്ക് ഇടനിലക്കാരനായതിന് അദ്ദേഹത്തിനും കിട്ടി ഒരു പ്രതിഫല സ്ഥാനം എന്ന് വരുമ്പോൾ മുല്ലപ്പള്ളി നിശ്ചയമായും സ്വീകരിക്കപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് എത്രത്തോളം കോൺഗ്രസിനെ സഹായിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. KPMGയുടെ നിർദ്ദേശം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട സംഘടന KPMG, അതിൻ്റെ നിർദ്ദേശം കേരളം പരിഗണിക്കും. ആ പരിഗണിക്കുന്നതിന് വേണ്ടി മന്ത്രിസഭാ യോഗം ഇന്നലെ EP ജയരാജൻ്റെ ആഭിമുഖ്യത്തിൽ കൂടുകയുണ്ടായി. വാർത്ത കേരള കൗമുദി തരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക്. ദുരന്തം സംഭവിച്ച വീടുകൾ പുനർനിർമ്മിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നതിനുമൊക്കെയായി ക്രൗഡ് ഫണ്ടിങ്, സാലറി ചലഞ്ച് മാതിരി തന്നെ മറ്റൊരു പ്രയോഗമാണ് ക്രൗഡ് ഫണ്ടിങ്. അതാണ് KPMG വിഭാവനം ചെയ്യുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് അതിനുള്ള പണസമാഹരണം എന്നാണ് അർത്ഥം. ആ നിലവാരത്തിൽ ഏകോപിപ്പിക്കാൻ പ്രത്യേക മിഷൻ വരുന്നു. ദുരന്തത്തിൽ തകർന്ന വീടുകളുടെ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും വ്യക്തികൾക്കും സന്നദ്ധ സംഘടനകൾക്കും വിദേശികൾക്കും പ്രവാസി മലയാളികൾക്കും വ്യക്തിഗത ഗ്രൂപ്പുകൾക്കും കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കും അനുമതി നൽകുന്ന ക്രൗഡ് ഫണ്ടിംഗ് പദ്ധതിക്ക് മന്ത്രിസഭാ യോഗത്തിൻ്റെ അംഗീകാരം നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. മുത്തലാഖിനെ സംബന്ധിച്ച് ഗൗരവതരമായ വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. മുത്തലാഖ് കുറ്റം കൃത്യമാക്കുന്ന ഓർഡിനൻസ്, അതിന് പ്രസിഡന്റ് അനുമതി നൽകിയിരിക്കുന്നു. ആ വാർത്ത മലയാളം മനോരമ ലീഡാക്കുന്നു. അതിങ്ങനെ: മുത്തലാഖ് വിലക്കി ഓർഡിനൻസ്, ബില്ലിന് പകരം ഓർഡിനൻസ്, രാഷ്ട്രപതിയുടെ അംഗീകാരം, 3 വർഷം വരെ തടവിന് വ്യവസ്ഥ, ജാമ്യം നൽകാൻ മജിസ്ട്രേറ്റിന് അധികാരം. മുത്തലാഖ് വഴി വിവാഹമോചനം വിലക്കിയും ഇത്തരം കേസുകളിൽ 3 വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് വ്യവസ്ഥ ചെയ്തുമുള്ള ഓർഡിനൻസിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. ഈ കാര്യത്തിൽ മോദി പ്രസംഗിക്കുകയുണ്ടായി. കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണ്,
അങ്ങനെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ടും തീർന്നില്ല. മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ പുരുഷന്മാരുടെ പാർട്ടിയാണ്. സ്ത്രീകളുടെ പാർട്ടി ആയിരുന്നുവെങ്കിൽ കോൺഗ്രസ് മുത്തലാഖിനെ വിലക്കുന്ന സംഭവഗതികളെ പിന്തുണച്ചേനെ. അങ്ങനെ പിന്തുണയ്ക്കാതിരിക്കുന്നത് കൊണ്ട് കോൺഗ്രസ് മുസ്ലിം പുരുഷന്മാരുടെ പാർട്ടിയാണ് എന്ന് പറയുകയും ഈ ഓർഡിനൻസ് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ സ്ത്രീപക്ഷപാതിത്വമൊന്നുമല്ല, മറിച്ച് രാഷ്ട്രീയ താൽപ്പര്യങ്ങളാണുള്ളത്. ഇന്ന് ഇന്ത്യ ലോകം പേജിൽ ദേശാഭിമാനി ആ താൽപ്പര്യം വിശദീകരിക്കുന്നു. മുത്തലാഖ് ഓർഡിനൻസ് മോഡി സർക്കാരിൻ്റേത് വർഗീയ തന്ത്രം. രാജസ്ഥാനും മധ്യപ്രദേശും തെലങ്കാനയും അടക്കം 5 സംസ്ഥാന നിയമസഭകളിലേക്ക് അടുത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മോഡി സർക്കാരിൻ്റെ മുത്തലാഖ് ഓർഡിനൻസ് പ്രഖ്യാപനമുണ്ടായി. ഇന്ധന വില വർധനവ്, രൂപയുടെ ഇടിവ്, ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം, കാർഷിക മേഖലയെ പ്രതിസന്ധി തുടങ്ങി സർക്കാർ വിമർശിക്കപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് വർഗീയ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നതാണ് ഈ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം എന്നാണ് ദേശാഭിമാനി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നടിമാർ നൽകിയ കത്ത്, ആ കാര്യത്തിൽ അമ്മ നടപടിയെടുത്തില്ല. ദിലീപിനെതിരെ അച്ചടക്ക നടപടി വേണം. നടിമാരുടെ കത്തിൽ അമ്മയ്ക്ക് മൗനം. പൊതുവാർത്താ പേജിൽ വീക്ഷണം ആ വാർത്ത തരുന്നത് ഇങ്ങനെ: നടൻ ദിലീപിനെതിരെ സംഘടനാ തലത്തിൽ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് പ്രമുഖ നടിമാർ നൽകിയ കത്തിന് മറുപടി നൽകാതെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഒളിച്ചു കളിക്കുന്നു. ആ കാര്യത്തിൽ പുതിയ കത്ത് നടിമാർക്ക് നൽകേണ്ടി വന്നിരിക്കുന്നു. അതവർ നൽകുകയും ചെയ്തിരിക്കൂ തുടങ്ങിയ വാർത്തയാണ് ഇന്ന് വീക്ഷണം തരുന്നത്. മാലിന്യം സ്വകാര്യമായി കൊണ്ടുപോയി തള്ളുന്ന ഒരു മാഫിയ തന്നെ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം മാലിന്യ നിമജ്ജനം നടത്താൻ സ്ഥലമോ സാഹചര്യമോ ആർക്കുമില്ല കേരളത്തിൽ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാലിന്യം തള്ളുന്ന ചിത്രമോ വീഡിയോയോ നൽകിയാൽ അതിന് സമ്മാനം ഏർപ്പെടുത്താൻ നിർബന്ധിതമായിരിക്കുന്നു സർക്കാർ, അതായത് കോർപ്പറേഷൻ്റെ മാലിന്യ പരിപാലന നിയമാവലിയിൽ ഭേദഗതി. മാലിന്യം തള്ളുന്നവരിൽ ഈടാക്കുന്ന പിഴയുടെ വിഹിതമാണ് ഇപ്രകാരം ഈ കാര്യങ്ങൾ കോർപ്പറേഷനെ അറിയിക്കുന്നവർക്ക് സമ്മാനമായി നൽകാൻ പോകുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ബാർക്കോഴ കേസിൽ പ്രോസിക്യൂട്ടർ പ്രതിക്കൊപ്പം നിലപാടെടുത്തു എന്ന ആക്ഷേപം വിജിലൻസ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഇന്ന് വാർത്തയായി വന്നിരിക്കുന്നു. സിറാജ് അത് ഉൾപേജിലാണെങ്കിലും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് വായിക്കാൻ തരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. ബാർക്കോഴ കേസിൽ ഇന്നലെ പത്രങ്ങളിൽ വന്ന ജഡ്ജ്മെൻറ്റിൻ്റെ ആ വാർത്ത, ആ ജഡ്ജ്മെൻറ്റിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് പത്രങ്ങളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജിലൻസിനും ലീഗൽ അഡ്വൈസർക്കും കോടതിയുടെ രൂക്ഷ വിമർശനം. ബാർക്കോഴ കേസ് റദ്ദാക്കാൻ ലീഗൽ അഡ്വൈസർ അമിതാവേശം കാട്ടി. പ്രോസിക്യൂഷൻ ബാർക്കോഴ കേസിൽ മാണിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു, പോലീസും അത്തരം നിലപാടെടുക്കുന്നു. അതുവഴി പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് സത്യത്തിൽ ഈ കാര്യത്തിൽ നിലപാടെടുത്ത ആളുകൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നു. ശിക്ഷിക്കണമെന്നല്ല, അവരുടെ പെരുമാറ്റ രീതി പരിശോധിക്കപ്പെടണം. അതുപോലെ തന്നെ പോലീസിൻ്റെ പെരുമാറ്റ രീതിയും ഇക്കാര്യത്തിൽ പരിശോധിക്കപ്പെടണം എന്നാണ് കോടതി അതിൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ജനൈകം 1-ാം പുറം പെട്രോളിൻ്റെ വില 91 രൂപയ്ക്ക് മുകളിലായി. ഇനി 9 രൂപ കൂടി കൂടിയാൽ 100 എന്ന അക്കത്തിലേക്ക് അതെത്തും. രാജ്യത്ത് പലയിടത്തും പെട്രോൾ വില 90 രൂപയ്ക്ക് മുകളിൽ. മഹാരാഷ്ട്രയിൽ 12 ഇടങ്ങളിൽ പെട്രോളിൻ്റെ വില 91 കടന്നു എന്നാണ് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ത്രിപുരയിൽ സംഘപരിവാർ നേതൃത്വം ലെനിൻ്റെ പ്രതിമ തകർത്തപ്പോൾ മൗനം പാലിച്ച പലരും ഇതാ ഇപ്പോൾ അവർ 2-ാം ഘട്ടത്തിൽ നെഹ്റുവിൻ്റെ പ്രതിമ പിഴുതു. നെഹ്റുവിനെ പിഴുതെറിയുമ്പോൾ എന്ന ശീർഷകത്തിൽ ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് അതേ സംബന്ധിച്ചൊരു ലേഖനം നമുക്ക് തരുന്നു. അതിങ്ങനെ: അലഹബാദിൽ ആനന്ദഭവനും നെഹ്റു പാർക്കിനും ഇടയിലുള്ള റോഡിലെ നാൽക്കവലയിൽ സ്ഥാപിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമ നീക്കിയ കാഴ്ച ദേശാഭിമാനികളുടെ ആകെ കരൾ പിളർക്കുന്നതായി. അടുത്ത വർഷം നടക്കുന്ന മഹാകുംഭമേളയുടെ ഭാഗമായി നഗര സൗന്ദര്യവൽക്കരണത്തിനാണ് ഈ കടുങ്കൈ ചെയ്തത് എന്നാണ് UP സർക്കാരിൻ്റെ ന്യായം. നെഹ്റുവിൻ്റെ പ്രതിമ ക്രെയിൻ ഉപയോഗിച്ച് നീക്കുന്നതിൻ്റെ ചിത്രവും
ഈ ലേഖനത്തിനൊപ്പം നമുക്ക് കാണാൻ കഴിയും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു എന്ന ചോദ്യത്തിന് നെഹ്റു നൽകിയ മറുപടി അത് വ്യക്തമാക്കുന്നു. മതപരമായ ഒരു രാഷ്ട്രത്തിൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രം സൃഷ്ടിക്കുകയായിരുന്നു ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് നെഹ്റു പറയുമ്പോൾ എന്തുകൊണ്ട് ലെനിന് ശേഷം നെഹ്റുവിൻ്റെ പ്രതിമയും പിഴുന്നു സംഘപരിവാരികൾ എന്ന് വ്യക്തമാക്കുന്ന ലേഖനം തന്നെ ആണിത്. ഇനി ഇന്നത്തെ ചിത്രം. തിരുവനന്തപുരത്തെ പിരപ്പൻകോടിൽ നമുക്ക് ഒരു നീന്തൽക്കുള ട്രാക്കുണ്ട്. അവിടെ ദേശീയ മത്സരങ്ങൾ അരങ്ങേറാറുമുണ്ട്. ഈ ചിത്രം കാണുക. ഇത് ദേശീയ സീനിയർ വനിതകളുടെ നീന്തൽ മത്സരമാണ്. 50 മീറ്റർ ബെസ്റ്റ് സ്ട്രോക്കിൻ്റെ സ്റ്റാർട്ട് വെടിവെച്ച് മുഴങ്ങിയപ്പോൾ എടുത്ത ചിത്രം മാതൃഭൂമി നഗരംപുറം ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണം. നൈസ് ഡേ, ഗുഡ് ബൈ.